കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ചയും തളർച്ചയും ശരവേഗത്തിലാണ് സംഭവിച്ചത്. KSU പ്രവർത്തകരിൽ നിന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് MLA സ്ഥാനം വരെ എത്തിയ രാഹുലിന് സ്വഭാവദൂഷ്യം വില്ലനായതോടെ പതനവും വളരെ പെട്ടതായിരുന്നു. പാലക്കാട് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം പൂർത്തിയാകുന്ന അതേ ദിവസം തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താകുന്നുവെന്ന പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസ് പ്രവർത്തനം ആരംഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച അസൂയാവഹമായിരുന്നു. ഡൽഹിയിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കേരളത്തിൽ സജീവമായ രാഹുൽ ചാനൽ ചർച്ചകളിലൂടെ കോൺഗ്രസിന്റെ മുഖമായി ചടുലമായി സംസാരിക്കുകയും പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധിക്കാൻ ഇറങ്ങുകയും ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രദ്ധാകേന്ദ്രമായി. കോവിഡ് കാലത്തും കേരള സമരത്തിലുമെല്ലാം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യമായി രാഹുൽ മാറി. ഷാഫി പറമ്പിൽ എന്ന യുവജന നേതാവിന്റെ മാനസപുത്രനായതോടെ രാഹുൽ കോൺഗ്രസിൽ അജയ്യനായി. ആരെയും കുസാക്കതയുള്ള രാഹുലിന്റെ പ്രവർത്തനവും സംസാര ശൈലിയും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ടാക്കി. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന പത്മജ വേണുഗോപാലിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ പരാമർശങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവനകൾ അതിരുകടന്നതോടെ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർസ്വരങ്ങൾ ഉയർന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തിയ സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. എതിർസ്വരങ്ങളെ അവഗണിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായും കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ അവരോധിച്ചു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിരുന്നും രാഹുലിന്റെ ചെയ്തികൾ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. അതിനിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ രാഹുൽ സ്ഥാനാർത്ഥിയായി. യോഗ്യരായ പലരെയും അവഗണിച്ച് നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ ചോദ്യമുറിഞ്ഞെങ്കിലും പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിൽ കച്ചമുറുക്കി. രാഹുലിന്റെ സ്വഭാവദൂഷ്യം സംബന്ധിച്ച് പലരും പരാതി പറഞ്ഞെങ്കിലും നേതൃത്വം കണ്ണടച്ചു. എന്നാൽ അധികം വൈകാതെ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുലിന്റെ ശബ്ദ സന്ദേശം പുറത്തായി. അവിടെയും നേതൃത്വം സംരക്ഷണമേകി. കഴിഞ്ഞ മാസം 27-ാം തീയതി യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ രാഹുലിന്റെ പതനം ആരംഭിച്ചു. തുടർന്ന് ഒളിവിൽ പോയ രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ആവുന്നതും പരിശ്രമിച്ചെങ്കിലും മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളിയതോടെ പുറത്താക്കൽ നടപടിയിലേക്ക് നേതൃത്വത്തിന് കടക്കേണ്ടി വന്നു. അല്പകാലം കൊണ്ട് അതിവേഗത്തിൽ വളരുകയും അതിനേക്കാൾ വേഗത്തിൽ താഴേക്ക് പതിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താകുന്നത് നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം പൂർത്തിയാക്കുന്ന അതേ ദിവസമാണ് എന്നതും ആകസ്മികമാണ്. ജനം, തിരുവനന്തപുരം.